ഓക്കെ, ദൈവത്തിരുന്നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്കൊരുമിച്ച് കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകി തരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇന്ന് രാത്രി പിന്നെയും ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. എഫേസ് ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ. ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, നമ്മളൊരു അവകാശം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്താണ് നമ്മൾ അവകാശമായിട്ട് പ്രാപിച്ചത്, എന്താണ് നമ്മുടെ അവകാശം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് രാത്രി പിന്നെയും ഞാൻ അതിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ക്ലാസ് നമ്മൾ മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ അവനിൽ നാം അവകാശം പ്രാപിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നാം ഒരു അവകാശം പ്രാപിച്ചിരിക്കുന്നു എന്ന് നമ്മളിവിടെ വായിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ അവകാശം പ്രാപിച്ചത് എന്നാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് നമുക്ക് അവകാശമായിട്ട് ലഭിച്ചത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ അവകാശങ്ങളൊക്കെയും നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്, അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത്, 6-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നത്, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന്. അപ്പം നമ്മൾ നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികൾ ചെയ്തതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിവരിക്കുന്നത്. എന്താണ് ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്? നമുക്കൊന്നുകൂടെ ആ വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവം നമ്മെ എന്ത് ചെയ്തു? ദൈവം നമ്മെ രക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. ദൈവം നമ്മെ രക്ഷിച്ചു. എവിടെ നിന്ന് രക്ഷിച്ചു? ദൈവം നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിൻ്റെ ഫലമായ നിത്യമരണത്തിൽ നിന്ന് അവൻ നമ്മെ എന്ത് ചെയ്തു? രക്ഷിച്ചു എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. എങ്ങനെയാണ് രക്ഷിച്ചത്? അവിടെ പറയുന്നു, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മുടെ രക്ഷിതാവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോഡ് ഈസ് അവർ സേവ്യർ. ദൈവം നമ്മുടെ രക്ഷിതാവാണ്. അപ്പം നമ്മെ രക്ഷിക്കുന്നത് ആരാണ്? അത് ദൈവമാണ്, മറ്റാരുമല്ല നമ്മളെ രക്ഷിക്കുന്നത്. നമ്മെ രക്ഷിക്കുന്നത് ആരാണ്?
അത് ദൈവമാണ് എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ നമ്മെ രക്ഷിച്ചത് ദൈവമാണ് നമ്മുടെ രക്ഷിതാവ്. ആ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ, അപ്പം ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ മനുഷ്യപ്രീതിയും, ദൈവത്തിൻ്റെ ദയയും മനുഷ്യനോടുള്ള അവൻ്റെ പ്രീതി, അവൻ്റെ സ്നേഹവും ഉദിച്ചപ്പോൾ, അത് വെളിപ്പെട്ടപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഉദിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആരംഭിക്കുക എന്നല്ല. നമ്മൾ സാധാരണ ഉദിക്കുക എന്ന് പറയുന്നത് സൂര്യനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ പറയുക. സൂര്യൻ ഉദിച്ചു എന്ന് നമ്മൾ പറയുന്നു. എങ്ങനെയാണ് സൂര്യൻ ഉദിച്ചു, അല്ലെങ്കിൽ എപ്പോഴാണ് സൂര്യൻ ഉദിച്ചു എന്ന് നമ്മൾ പറയുന്നത്? അതുവരെ ഇല്ലാതിരുന്ന ഒരു സൂര്യൻ പെട്ടെന്ന് ഉണ്ടായി വരുമ്പോഴല്ല നമ്മൾ സൂര്യൻ ഉദിച്ചു എന്ന് പറയുന്നത്. സൂര്യൻ അവിടെ ഉണ്ട്, പക്ഷെ ആ സൂര്യൻ മറഞ്ഞിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ സൂര്യൻ രാത്രിയിൽ വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ മറഞ്ഞിരിക്കുന്ന ആ സൂര്യൻ ആ മറവ് നീക്കി വെളിപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് ദയയില്ലായിരുന്നു, മനുഷ്യരോട് സ്നേഹമില്ലായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അതുണ്ടായി എന്നല്ലേ ആ വാക്യത്തിൻ്റെ അർത്ഥം. പിന്നെയോ അതുണ്ട്. ദൈവം ദയാലുവാണ്, ദൈവം ദയയുള്ള ദൈവമാണ്. മാത്രമല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. എപ്പോൾ മുതൽ? ദൈവത്തിൻ്റെ സ്വഭാവമാണത്. എപ്പോൾ മുതൽ എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ദൈവം ആരംഭം മുതലേ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ദൈവം അത് വെളിപ്പെടുത്തിയ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. നമുക്കറിയാം, റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ആ വാക്യം ഞാനൊന്ന് എടുത്തോട്ടെ. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ്? 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പം ദൈവത്തിന് സ്നേഹം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ദൈവം വെളിപ്പെടുത്തിയില്ലായിരുന്നു, നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയില്ലായിരുന്നു. ദൈവം അത് പ്രദർശിപ്പിച്ചത് എപ്പോഴാണ്? ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിലൂടെയാണ് ദൈവം തൻ്റെ മനുഷ്യപ്രീതി, മനുഷ്യരോടുള്ള സ്നേഹവും തൻ്റെ ദയയും അവൻ പ്രദർശിപ്പിക്കുന്നത്. അവിടെ ആരംഭിക്കുകയല്ല ചെയ്യുന്നത്. ദൈവത്തിന് നമ്മോട് സ്നേഹവും ദയയുമൊക്കെ നേരത്തെ മുതലേ ഉണ്ട്. പക്ഷേ അത് പ്രദർശിപ്പിക്കുന്നത്, അത് വെളിപ്പെടുത്തുന്നത് കർത്താവിൻ്റെ മരണത്തിലൂടെയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിലൂടെയാണ് അവൻ അതൊക്കെ വെളിപ്പെടുത്തുന്നത്. അതാണ് നമ്മൾ തീത്തോസ് ലേഖനത്തിൽ വായിച്ച വാക്യത്തിൽ നമ്മൾ വായിച്ചത് 3:4. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ, ആരംഭിച്ചപ്പോഴല്ല, ഉദിച്ചപ്പോൾ, അത് വെളിപ്പെടുത്തിയപ്പോൾ, ദൈവം അത് പ്രദർശിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. അപ്പം ആ മനുഷ്യപ്രീതിയും ദയയും ദൈവം വെളിപ്പെടുത്തിയപ്പോൾ, അത് പ്രദർശിപ്പിച്ചപ്പോൾ, അതിലൂടെ ദൈവം നമ്മളെ എന്ത് ചെയ്തു? രക്ഷിച്ചു. എങ്ങനെ? അവിടെ പറയുന്നു, നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല. എഫേസ് ലേഖനത്തിൻ്റെ തന്നെ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് നമ്മൾ പറയും, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പം ദൈവം നമ്മെ രക്ഷിച്ചത് നാം ചെയ്ത എന്തെങ്കിലും നീതിപ്രവൃത്തികളാലല്ല, പിന്നെയോ തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. അപ്പം ഇതെല്ലാം എഫേസ് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഭാഗങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ ദൈവം നമ്മെ രക്ഷിച്ചത് നമ്മുടെ നീതിപ്രവൃത്തികളാലല്ല, ദൈവത്തിൻ്റെ കരുണയാലാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തത്? രക്ഷിച്ചത്. എന്നിട്ട് പറയുക, 6-ാം വാക്യത്തിൽ പറയുക, എന്തിനാണ് രക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ,
അവിടെ പറയുന്നു, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ ആ ദൈവം നമ്മെ രക്ഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ അവൻ നമ്മെ രക്ഷിച്ചു. എന്നിട്ട് പറയുക, അവൻ്റെ കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപയാൽ നാം എന്ത് ചെയ്തു? നീതീകരിക്കപ്പെട്ടു. എന്താണ് നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നീതീകരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. അപ്പം അവൻ്റെ കൃപയാൽ അവൻ നമ്മളെ എന്ത് ചെയ്തു? നീതീകരിച്ചിട്ട്. എന്തിനു നീതീകരിച്ചു? പ്രത്യാശപ്രകാരം നാം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന്. നോക്കൂ, അപ്പം ഈ അവകാശം നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്? ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും വെളിപ്പെട്ടപ്പോൾ അവൻ നമ്മെ രക്ഷിച്ചു. അവൻ്റെ കരുണയാൽ അവൻ നമ്മെ നീതീകരിച്ചു. അവൻ്റെ കൃപയാൽ എന്തിന്? പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന്. എന്നിട്ട് അവിടെ കൊണ്ട് തീർന്നില്ല, അതിൻ്റെ ബാക്കി പിന്നെയും താഴേക്ക് പറയുകയാണ്. അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. അപ്പം ദൈവം നമ്മെ രക്ഷിച്ചത്, അതാണ് അവിടുത്തെ പോയിന്റ്. ദൈവം നമ്മെ രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചു? നാം ചെയ്ത നീതിപ്രവൃത്തികളല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ നമ്മെ രക്ഷിച്ചത്. എന്തിനു വേണ്ടി രക്ഷിച്ചു? നാം അവകാശം പ്രാപിക്കേണ്ടതിന്. എങ്ങനെ രക്ഷിച്ചു? അവിടെ പറയുന്നു, പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും അത്രേ. അപ്പം ദൈവം നമ്മളെ രക്ഷിച്ചത്, ഒന്ന് പുനർജനന സ്നാനം കൊണ്ട്, രണ്ട് ദൈവം നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട്. നോക്കൂ, ഇവിടെ ഈ സ്നാനം എന്നുള്ള വിഷയം നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ സ്നാനം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു പ്രവൃത്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. കാരണം നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? 15-ാം വാക്യത്തിൽ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് 16-ാം വാക്യത്തിൽ പറയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ജനത്തിൻ്റെ പ്രതികരണം രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുക, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. വിശ്വസിച്ചിട്ട് സ്നാനപ്പെടാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. വിശ്വസിച്ചിട്ട് സ്നാനമേക്കാത്തവനോ? അങ്ങനെ ഒരു ഓപ്ഷൻ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നില്ല. അവിടെ രണ്ട് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക, അത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത്? സ്നാനമെന്ന് പറയുന്നത്. സ്നാനത്തെ ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് വേർപെടുത്തി കാണാനായിട്ട് നമുക്ക് കഴിയില്ല. വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് സ്നാനമെന്ന് പറയുന്നത്. മറ്റേത് വിശ്വസിക്കാത്തവർ. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് ആൾക്കാരെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ വിശ്വസിച്ചിട്ട് സ്നാനപ്പെടാത്തവർ എന്നുള്ളൊരു ഗ്രൂപ്പില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. വിശ്വസിച്ചാൽ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വിശ്വസിച്ചവരെല്ലാവരും ഓൺ ദ സ്പോട്ട് അവർ സ്നാനപ്പെടുക ചെയ്തത്. അല്ലാതെ
ഞാൻ ഇന്ന് വിശ്വസിച്ചു എന്നിട്ട് പിന്നെ 3 വർഷം സഭയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പോയി സ്നാനപ്പെടുക, അങ്ങനത്തെ പരിപാടി അല്ലായിരുന്നു വേദപുസ്തക പ്രകാരം നടന്നിരുന്നത്. വിശ്വസിച്ചാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക, സ്നാനപ്പെടുക എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മളിതിനെ രണ്ടിനെയും വേർതിരിച്ച് സ്നാനം എന്ന് പറയുന്നത് വേറെന്തോ വലിയൊരു സംഭവമൊക്കെ ആയിട്ട് മാറ്റി നിർത്തിയിരിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കണം, സ്നാനമെന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണത്. അതിനൊരു സെപ്പറേറ്റ് പ്രവൃത്തിയായിട്ടല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണത്. വിശ്വസിക്കുന്നെങ്കിൽ അവൻ ഓൺ ദ സ്പോട്ട് എന്ത് ചെയ്തിരിക്കണം, സ്നാനപ്പെട്ടിരിക്കണം എന്ന് തന്നെയാണ് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം അതാണ് തീത്തോസ് ലേഖനത്തിൽ പറഞ്ഞത്, എന്താ പുനർജനന സ്നാനം കൊണ്ട് എന്ന് പറഞ്ഞത്. ദൈവം നമ്മെ രക്ഷിച്ചത് പുനർജനന സ്നാനം കൊണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ സ്നാനമല്ല നമ്മളെ രക്ഷിക്കുന്നത്. നമ്മെ രക്ഷിക്കുന്നത് വിശ്വാസമാണ്. വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ആ സ്നാനമെന്ന് പറയുന്നത് വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതാണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അതൊരിക്കലും മറക്കരുത്. അല്ലാതെ ഞാൻ ഈ പല സ്ഥലത്തും ചർച്ചിലൊക്കെ പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുള്ളതുകൊണ്ട് ചില ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അവർ നമ്മുടെ പെന്തക്കോസ്ത് സഭകൾക്കകത്ത് തന്നെ വിശ്വസിക്കാതെ സ്നാനപ്പെട്ട ഒത്തിരി പേരെ എനിക്കറിയാം. അവർ പ്രായമായിട്ടാണ് സ്നാനപ്പെട്ടത്, പക്ഷേ അവർ വിശ്വസിക്കാതെയാണ് സ്നാനപ്പെട്ടത്. എന്താണ് സുവിശേഷമെന്നറിയാതെ, എന്താണ് സ്നാനമെന്നറിയാതെ, ഇതൊന്നും അറിയാതെ വെറുതെ പോയി സ്നാനപ്പെട്ട ആൾക്കാരുടെ ഉള്ള ചർച്ചകൾ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് രക്ഷ, എന്താണ് സ്നാനം എന്നൊക്കെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അവരെന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്റർ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, രക്ഷിക്കപ്പെടണം എന്നൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾ സ്നാനപ്പെട്ടതോ? അത് പാസ്റ്റർ നിർബന്ധിച്ചു, ഞങ്ങളങ്ങ് പോയി സ്നാനപ്പെട്ടു. പ്രിയമുള്ളവർ, അതല്ല സ്നാനം, അങ്ങനല്ല സ്നാനം. പാസ്റ്റർ നിർബന്ധിച്ചിട്ടല്ല സ്നാനപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല സ്നാനപ്പെടേണ്ടത്. വിശ്വാസത്തോടുകൂടെയാണ് സ്നാനം. വിശ്വാസത്തിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് സ്നാനത്തെ നിർത്താനായിട്ട് പറ്റില്ല. വിശ്വാസവും സ്നാനവും ഒരുമിച്ച് പോകുന്നത്, വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് സ്നാനം. അതിനൊരു സെപ്പറേറ്റ് പ്രവൃത്തിയായിട്ട് ബൈബിൾ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതാ തീത്തോസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. അവൻ നമ്മെ പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ രക്ഷിച്ചു. അപ്പം ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ ധാരാളമായിട്ട് പകർന്നു. നമ്മൾ പ്രാപിക്കുകയല്ല ചെയ്തത്, ദൈവം നമ്മുടെ മേൽ പകരുകയാണ് ചെയ്തത്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്, അതിൻ്റെ വിഷയം ഇപ്പോഴത്തെ എൻ്റെ വിഷയമല്ല, കുറച്ച് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ, അടുത്ത ആത്മീക അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കും. പക്ഷേ ഇവിടെ ഇത് വന്നതുകൊണ്ട് ഞാനൊന്നത് തൊട്ടു പോകാം. ഇന്ന് നമ്മളൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന കാര്യമാണ്. പക്ഷേ പുതിയ നിയമസഭയ്ക്കകത്ത് പറയുന്നത് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി എന്നാണ് പറയുന്നത്. ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രാപിച്ചു എന്നല്ല, ദൈവം നിങ്ങൾക്ക് നൽകി എന്നാണ് പറയുന്നത്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതായിട്ടാണ് അത് വരുന്നത്. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അത് ദൈവം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്, നമ്മൾ പ്രാപിക്കുകയല്ല ചെയ്യുന്നത്. ദൈവം നമ്മുടെ മേൽ പകരുകയാണ് ചെയ്യുന്നത്, മറക്കരുത്. അപ്പം നാം അവകാശം പ്രാപിച്ചത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. നാം രക്ഷിക്കപ്പെട്ടതിലൂടെയാണ് എന്ത് പ്രാപിച്ചത്? നിത്യജീവൻ എന്ന അവകാശം പ്രാപിച്ചത്. എന്ന് വെച്ചാൽ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് നാം ചെയ്യേണ്ട കാര്യം നാം രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അത് മാത്രമാണ്, അതാണ് നാം ചെയ്യേണ്ടത്. നിത്യജീവൻ പ്രാപിക്കാനായിട്ട്, നിത്യജീവൻ അവകാശമാക്കാനായിട്ട് നാം ചെയ്യേണ്ടത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്.
രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ. ആ വിശ്വാസത്തോട് ചേർന്ന് സ്നാനവും കൂടെ നിൽക്കുന്നു. അങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ കാണുന്നത്. അപ്പം രക്ഷിക്കപ്പെട്ടതിലൂടെയാണ് നാം ഈ അവകാശം പ്രാപിച്ചത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എഫെസ്യ ലേഖനത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം അതവിടെ നിൽക്കട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ എനിക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനായിട്ടുണ്ട്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലേക്കൊന്ന് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 20-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം. ഒരു മിനിറ്റ് ഞാനൊന്ന് എടുക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾക്ക് ആത്മിക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഇപ്പോൾ ഭരമേൽപ്പിക്കുന്നു. നോക്കിക്കേ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അവിടെ വായിക്കുകയാണ്. ദൈവം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്തൊക്കെ ചെയ്യുന്നു? ഒന്ന്, അവൻ നിങ്ങൾക്ക് ആത്മിക വർധന വരുത്തുന്നു. ദൈവം നമുക്ക് ആത്മീക വർധനവ് വരുത്തുന്നു. പ്രിയമുള്ളവരെ, പുതിയ നിയമം പഠിക്കുമ്പോൾ ഭൗതിക വർധനവ് തരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആത്മീക വർധനവ് തരുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ കണ്ടത്. മറക്കരുത്. ഇന്ന് പലരും പ്രസംഗിക്കുന്നത് ഭൗതിക വർധനവ് തരുന്ന ദൈവത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുള്ളത് ആത്മീക വർധനവ് തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നോക്കൂ, ഞാൻ സഭായോഗം കൂടിയ ചർച്ചിൽ ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു എന്നാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നാം അവൻ്റെ പുത്രനോട് അനുരൂപരാകണം, നമ്മൾ യേശുവിനെ പോലെ ആകണം എന്ന ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷെ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് അംബാനിയെ പോലെ ആകാനാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം അതല്ല. ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെ അംബാനിയെ പോലെ ആക്കുക എന്നുള്ളതല്ല, യേശുവിനെ പോലെ ആക്കുക എന്നുള്ളതാണ്. മറക്കരുത്. ഞാൻ സഭായം കൂടിയ ചർച്ചിൽ ദൈവോധനം പങ്കുവച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്നെ അംബാനിയെ പോലെ ആക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിലിരിപ്പ് അതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മളെ അംബാനിയെ പോലെ ആക്കാനല്ല, യേശുവിനെ പോലെ ആക്കാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ദൈവം അവൻ നമുക്ക് ആത്മീക വർധനവ് തരുന്നവനായ ദൈവമാണ്. ആത്മീക വർധനവ് തരുന്ന ദൈവമാണ്. അപ്പം നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവം. അപ്പം ഇവിടെയും അവകാശം ദൈവം നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അവകാശം ദൈവം നമുക്ക് തരികയാണ് ചെയ്യുന്നത്. എങ്ങനെ? കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും. അപ്പം ആത്മീക വർധന വരുത്തുന്നതും അവകാശം നമുക്ക് ലഭിക്കുന്നതും ദൈവത്താലും അവൻ്റെ വചനത്താലുമാണ്. ദൈവത്താലും അവൻ്റെ വചനത്താലുമാണ്. ഏത് വചനത്താൽ? കൃപയുടെ വചനത്താൽ. അപ്പം ഒന്ന്, തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ പറഞ്ഞു, ദൈവം നമുക്ക് അവകാശം തന്നത്, അല്ലെങ്കിൽ നാം അവകാശം പ്രാപിച്ചത് ദൈവം നമ്മെ രക്ഷിച്ചതിലൂടെയും നീതീകരിച്ചതിലൂടെയുമാണ്. ദൈവം നമ്മെ രക്ഷിച്ചതിലൂടെയും നീതീകരിച്ചതിലൂടെയുമാണ് നാം അവകാശം പ്രാപിച്ചത്. 2, അപ്പോസ്തല പ്രവൃത്തിയിൽ ഇപ്പോൾ വായിച്ച വാക്യത്തെ നമ്മൾ വായിക്കുന്നു, ദൈവത്താലും
അവൻ്റെ വചനത്താലുമാണ് നാം അവകാശം പ്രാപിച്ചത്. പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ വചനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. വചനത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അത് നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെന്നാണ്. അപ്പം രക്ഷ നമുക്ക് ലഭിക്കുന്നത്, ആത്മീക വർധനവും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണ്. അപ്പം രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ എന്ന് തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ, അപ്പോസ്തലനായ പത്രോസ് തൻ്റെ 1-ാം ലേഖനത്തിൽ പറയുന്നത് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാനാണ്. അപ്പം വളർച്ചയ്ക്കും ഈ വചനമാണ് ആവശ്യം, രക്ഷയ്ക്കും ഈ വചനമാണ് ആവശ്യം, വളർച്ചയ്ക്കും ഈ വചനമാണ് ആവശ്യം. അപ്പോൾ അതവിടെ പറഞ്ഞത് നമ്മെ ആത്മീക വർധന വരുത്തുകയും നമുക്ക് അവകാശം തരികയും ചെയ്യുന്ന ദൈവത്തിലും അവൻ്റെ വചനത്തിലും. ആരോടുകൂടെ അവകാശം? സകല വിശുദ്ധന്മാരോടും കൂടെയുള്ള അവകാശം. നോക്കിക്കേ, ഈ സകല വിശുദ്ധന്മാരോടും കൂടെയുള്ള ഈ അവകാശം നമുക്ക് നൽകുന്നത് അത് ദൈവമാണ്, ദൈവത്തിൻ്റെ വചനത്താലാണ് അത് നൽകുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു, അവൻ നമ്മെ രക്ഷിച്ചതിലൂടെ അവൻ നമുക്ക് അവകാശം തന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞു, ദൈവം തൻ്റെ വചനത്തിലൂടെയാണ് നമുക്ക് ഈ അവകാശം നൽകിയിരിക്കുന്നത്. മൂന്നാമത് അപ്പോസ്തല പ്രവൃത്തി തന്നെ അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും നൽകേണ്ടതിന്. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്, അവിടെ കണ്ണ് തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും തിരിക്കുവാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? 2 കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് പാപമോചനം ലഭിക്കുവാൻ. 2, എന്നിലുള്ള വിശ്വാസത്താൽ. ആരിലുള്ള? ദൈവത്തിലുള്ള, യേശുവിലുള്ള വിശ്വാസത്താൽ. ഇവിടെ പൗലോസിനെ അയക്കുന്ന കാര്യം, പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന സാക്ഷ്യമാണ് ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ. നമുക്കറിയാം, പൗലോസ് ഡമാസ്കസിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയിൽ യേശുവിനെ കണ്ട് യേശുവുമായിട്ട് സംസാരിച്ചാണ് അദ്ദേഹം മാനസാന്തരപ്പെടുന്നത്. ആ സമയത്ത് യേശു അവനോട് പറഞ്ഞ കാര്യമാണ് പറയുന്നത്: അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ട. ആരിലുള്ള? യേശുവിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ലഭിക്കുന്നു. ഒന്ന്, പാപമോചനം ലഭിക്കുന്നു. 2, യേശുവിലുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കുന്നു. ഇത് 2 ലഭിക്കേണ്ടതിന് എന്തൊക്കെ വേണം? അവരുടെ കണ്ണ് തുറക്കാനായിട്ട്, അവരുടെ കണ്ണ് തുറക്കാൻ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്: ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി വച്ചിരിക്കുന്നുവെന്ന്. അപ്പം അവിശ്വാസികളുടെ കണ്ണ് ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കി വച്ചിരിക്കുകയാണ്. എന്തിന്? സുവിശേഷം അവരുടെ ഉള്ളിൽ ശോഭിക്കാതിരിക്കേണ്ടതിന്. എന്നാൽ ദൈവം പൗലോസിനെ അയറ്റുകയാണ്. എന്തിന്? ഇവർ അവകാശം പ്രാപിക്കേണ്ടതിന്. എങ്ങനെ? അവരുടെ കണ്ണ് തുറന്നിട്ട്. നോക്കിക്കേ, സുവിശേഷം അതിൻ്റെ യഥാർത്ഥ
വെളിച്ചത്തിൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാതിരിക്കത്തക്കവണ്ണം ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് കുരുടാക്കി വച്ചിരിക്കുന്ന അവിശ്വാസികളുടെ മനസ്സിനെ, ആ മനസ്സിൻ്റെ കണ്ണുകളെ തുറക്കുവാൻ, ആ തുറക്കുന്നതിലൂടെ അവർക്ക് അവകാശം ലഭിക്കുവാൻ, അവരുടെ കണ്ണുകളെ തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അല്ലേ? പത്രോസിൻ്റെ 1-ാം ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ. അപ്പം ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിക്കുവാൻ. അപ്പം എങ്ങനെയാണ് അവകാശം ലഭിക്കുന്നത്? കണ്ണു തുറക്കുന്നതിലൂടെ, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നതിലൂടെ, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിലൂടെ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ദൈവം വച്ചിരിക്കുന്ന അവകാശം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, എഫേസ് ലേഖനത്തിൽ നമ്മൾ വായിച്ച ആത്മീക അനുഗ്രഹങ്ങൾക്കകത്തെ ആത്മീക അനുഗ്രഹമാണ് നാം അവകാശം പ്രാപിച്ചു എന്നുള്ളത്. എങ്ങനെയാണ് പ്രാപിച്ചത്? തീത്തോസ് ലേഖനത്തിൽ നമ്മൾ കണ്ടു, ദൈവം നമ്മെ രക്ഷിച്ചതിലൂടെ, ദൈവം നമ്മെ നീതീകരിച്ചതിലൂടെ. നമ്മളെന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, ദൈവം നമ്മെ രക്ഷിച്ചതിലൂടെ, ദൈവം നമ്മെ നീതീകരിച്ചതിലൂടെ നാം അവകാശം പ്രാപിച്ചു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ദൈവത്താലും അവൻ്റെ കൃപയുടെ വചനത്താലുമാണ് നാം ആ അവകാശം പ്രാപിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ കണ്ടു, എന്താണ്? നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടതിലൂടെ, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നാം വന്നതിലൂടെ, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് നാം തിരിഞ്ഞതിലൂടെ, ഇതിലൂടെയൊക്കെയാണ് ഈ അവകാശം നമ്മൾ പ്രാപിച്ചത് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ രത്ന ചുരുക്കമെന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, നാം ദൈവത്തെ അറിയാതെ അവിശ്വാസികളായി നടന്നപ്പോൾ യേശു ഇവിടെ പൗലോസിനെ അയച്ചതുപോലെ നമ്മുടെ അടുക്കലേക്ക് സുവിശേഷവുമായിട്ട് ആരെയോ അയച്ചു. ആ വ്യക്തി നമ്മുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം നമ്മളോട് സുവിശേഷം പങ്കുവച്ചു. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. നാം അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. നാം യേശുവിൽ വിശ്വസിച്ചു. ആ വിശ്വാസത്തിലൂടെയും ആ സ്നാനത്തിലൂടെയും നാം രക്ഷിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. മാത്രമല്ല, ആ കൃപയുടെ വചനം അത് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇങ്ങനെ നാം അവകാശം പ്രാപിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് അവകാശം ലഭിച്ചത് സുവിശേഷത്താലാണ് എന്ന് നമുക്ക് ഏറ്റവും ചുരുക്കി നമുക്ക് പറയാനായിട്ട് കഴിയും. സുവിശേഷത്താൽ. ആ സുവിശേഷം ആരോ നമ്മുടെ അടുക്കൽ ഒന്ന് പങ്കുവച്ചു. ആ സുവിശേഷത്തിൻ്റെ സന്ദേശം നമ്മൾ കേട്ടു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്തു. നമ്മുടെ കണ്ണുകളെ തുറന്നു. നാം അത് വിശ്വസിച്ചു. ദൈവം നമ്മെ രക്ഷിച്ചു. അവൻ്റെ കൃപയുടെ വചനത്താൽ അവൻ നമുക്ക് ആത്മീക വർധന വരുത്തി. അവൻ നമുക്ക് അവകാശം നൽകി തന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. കർത്താവിനെ വെച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ആ സുവിശേഷം അതാണ് നമുക്ക് ഈ അവകാശം തന്നിരിക്കുന്നത്. സുവിശേഷം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മീക അവകാശം നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നമ്മളോട് സുവിശേഷം പറഞ്ഞ ഏതോ ഒരു വ്യക്തിയില്ലേ, ആ വ്യക്തിയെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ആ വ്യക്തിയെ നമ്മുടെ അടുക്കലേക്ക് അയച്ച ആ ദൈവത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ആ വ്യക്തി നമ്മുടെ അടുക്കലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, സുവിശേഷം നമ്മളുമായിട്ട് പങ്കുവച്ചില്ലായിരുന്നെങ്കിൽ നാം ഈ അവകാശം പ്രാപിക്കത്തില്ലായിരുന്നു. എന്നാൽ ആ വ്യക്തി നമ്മുടെ അടുക്കലേക്ക് വന്നു, സുവിശേഷം നമ്മളുമായിട്ട് പങ്കുവച്ചു. അതുകൊണ്ട് ഈ അവകാശം നമുക്കും പ്രാപിക്കാനായിട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ,
ഈ സുവിശേഷം ഇന്ന് നമ്മുടെ കൈകളിലാണ്. നമുക്കത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. നാം മാത്രം അവകാശം പ്രാപിക്കാനല്ല, നമ്മോടൊരുമിച്ച് മറ്റ് ചിലർ കൂടെ അവകാശം പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.